ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തതിനെ തുടർന്ന് പൂട്ടിയ 17 ഷാപ്പുകൾ വീണ്ടും തുറക്കാനൊരുങ്ങുന്നു. ഷാപ്പ് നടത്തിപ്പിന് താൽപ്പര്യമുള്ളവരെ കണ്ടെത്തി ചുമതല ഏൽപ്പിച്ചെന്ന് എക്സൈസ് വകുപ്പ് അറിയിച്ചു. അന്വേഷണം പൂർത്തിയാകും മുമ്പാണ് ഈ നടപടി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, കള്ളുഷാപ്പിലെ കള്ളിൽ ചുമമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തതിനെ തുടർന്നാണല്ലോ 17 കള്ളുഷാപ്പുകൾ പൂട്ടിയത്. അത് തുറക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു. കൂടുതൽ വിവരങ്ങൾ. 3 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട 17 ഷാപ്പുകളാണ് തുറക്കാൻ തീരുമാനമായത്. ഡിപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് സംവിധാനത്തിലൂടെ ഷാപ്പ് നടത്തിപ്പിനായി താൽക്കാലിക ലൈസൻസ് നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഷാപ്പ് നടത്തിപ്പിന് താല്പര്യമുള്ളവരെ കണ്ടെത്തി ചുമതല ഏൽപ്പിച്ചതായി എക്സൈസ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. തൊഴിലാളികളുടെ പ്രൊവിഡന്റ് ഫണ്ട് വിഹിതം കൂടി അടയ്ക്കുന്ന മുറയ്ക്ക് ഷാപ്പ് തുറക്കാനുള്ള അനുമതി നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 7ാം ഗ്രൂപ്പിലെ വിളയോടി, പുതുശ്ശേരി, വെമ്പ്ര ഈസ്റ്റ്, മീനാക്ഷിപുരം, പള്ളിമുക്ക് ഷാപ്പുകളും അതുപോലെ 8ാം ഗ്രൂപ്പിലെ അത്തിമണി, പാട്ടിക്കുളം, അഞ്ചുവള്ളക്കാട്, കല്ലന്തോട്, നെല്ലിമേട് എന്നീ ഷാപ്പുകളുമാണ് തുറക്കുന്നത്. ചുമമരുന്ന് സാന്നിധ്യം കണ്ടെത്തും മുൻപ് രാസവസ്തു സാന്നിധ്യം കണ്ടെത്തിയ 9ാം ഗ്രൂപ്പിലെ ഷാപ്പുകളായ വണ്ണാമട, കുറ്റിപ്പള്ളം, ഗോപാലപുരം, വെമ്പ്ര വെസ്റ്റ്, തച്ചങ്കോണം, കല്യാണപ്പേട്ട, കരിപ്പാലി എന്നീ ഷാപ്പുകളും തുറക്കുമെന്നുള്ളതാണ്. ചുമമരുന്ന് അംശം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണ നടപടികളിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇതിനിടെയാണ് ഈ ഷാപ്പുകളിലെ തുറക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഷാപ്പുകളിലെ തൊഴിലാളികളിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് നടത്തിയെങ്കിലും കള്ള് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തവർക്കെതിരെ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൃത്രിമ കള്ള് എവിടെ നിന്നാണ് ഷാപ്പുകളിൽ എത്തുന്നത് സംബന്ധിച്ച് തൊഴിലാളികളുടെ മൊഴികളിൽ നിന്ന് കാര്യമായ തെളിവുകളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. മാത്രമല്ല, തൊഴിലാളികളിൽ നിന്നടക്കം നിരന്തരം ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് ഷാപ്പുകൾ DM വ്യവസ്ഥയിൽ തുറക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് എക്സൈസ് അധികൃതർ വ്യക്തമാക്കുന്നത്. വൈകാതെ ഓൺലൈൻ ലേലം പുനരാരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ ഷാപ്പുകൾ തുറക്കുന്ന നടപടികളുമായി എക്സൈസ് മുന്നോട്ട് പോകുമ്പോഴും അന്വേഷണത്തിൽ മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാലക്കാടാണ് കള്ളിൽ ചുമമരുന്ന് ചേർത്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 17 കള്ള് ഷാപ്പുകൾ പൂട്ടിയിരുന്നു. ഇപ്പോൾ ആ പൂട്ടിയ കള്ള് ഷാപ്പുകൾ തുറക്കാനുള്ള നടപടികളിലേക്ക് എക്സൈസ് വകുപ്പ് നീങ്ങുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.